കർഷകരുടെ ഡൽഹി ചലോ മാർച്ചിനിടെയുണ്ടായ സംഘർഷം തുടരുകയാണ്. ശംഭു അതിർത്തിയിൽ കർഷകരെ പോലീസ് തടഞ്ഞിരിക്കുന്നു. കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. കണ്ണീർ വാതകം ചൊരുക്കാൻ മുഖം മൂടികൾ ധരിച്ചാണ് കർഷകർ എത്തിയത്. അർജുൻ പീതാംബരൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, കർഷകർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? ആര്യ, ഇതുവരെയായിട്ടും ഈ ശംഭു അതിർത്തി വിട്ട് മുന്നോട്ട് പോകാൻ ഈ കർഷകർക്ക് ആർക്കും തന്നെ സാധിച്ചിട്ടില്ല. ഒരു വാക്കുതർക്കം പോലീസും കർഷകർക്കും ഇടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് 101 കർഷകരെ മുന്നോട്ട് പോകാൻ അനുവദിക്കാം എന്നുള്ളൊരു കാര്യം പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഈ പോലീസിൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് എന്ന് പറയുന്നത് 101 കർഷകരുടെ പേരും വിവരങ്ങളും അടങ്ങിയ ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റ് പരിശോധിച്ച് അതിൽ പേരുള്ളവരെ മാത്രം മുന്നോട്ട് ഡൽഹിയിലേക്ക് ലക്ഷ്യമാക്കി കടത്തിവിടാമെന്നുള്ള കാര്യം നേരത്തെ പോലീസ് അറിയിച്ചിരുന്നു. ഈ കർഷകരെല്ലാം തന്നെ പ്രതികരണം തേടിയ സമയത്തും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളടക്കം പ്രതികരണം തേടിയപ്പോഴാണ്. പക്ഷേ ഈ പോലീസിൻ്റെ കയ്യിലുള്ള ലിസ്റ്റുമായിട്ട് അവിടെയുള്ള കർഷകർ ഒത്തുപോകുന്നില്ല. അതായത് ആ ലിസ്റ്റിലില്ലാതെ ഒരുപാട് പേർ മുന്നോട്ട് പോകാൻ വേണ്ടി കൂട്ടമായി വരുന്നു എന്നുള്ളൊരു ആരോപണമാണ് നിലവിൽ എന്തായാലും പോലീസ് ഉന്നയിക്കുന്നത്. പക്ഷേ ആ ആരോപണങ്ങളെ വലിയ രീതിയിൽ കർഷകർ ചെറുക്കുന്നുമുണ്ട്. കാരണം പോലീസിൻ്റെ കയ്യിലുള്ള ലിസ്റ്റിൽ ഈ ശംഭു അതിർത്തിയിൽ ഇല്ലാത്ത കർഷകരുടെ പേര് പോലും എഴുതി ചേർത്തിരിക്കുന്നു. മാത്രമല്ല ഓരോ തവണയും ഈ തിരിച്ചറിയൽ കാർഡ് കാണിക്കണമെന്നുള്ള കാര്യം കൂടിയാണ് പോലീസ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഒരു തരത്തിലും കർഷകരെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല എന്നുള്ള നിലപാടിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം കൂടി കർഷകർ നേതാക്കൾ പറയുന്നുണ്ട്, കർഷക സംഘടനകൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ തിരിച്ചറിയൽ കാർഡ് കാണിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ചോദിക്കുന്നു. നിലവിൽ ഇപ്പോഴും അവിടെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. സംഘർഷം തുടരുന്നുമുണ്ട്. കാരണം മുന്നോട്ട് വരുന്ന സമയത്തെല്ലാം തന്നെ അവരെ പിന്നോട്ടടിക്കാൻ വേണ്ടി ഈ കർഷകരെ ശംഭു അതിർത്തിയിൽ നിന്നും പിന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ ജലപീരങ്കി ഉപയോഗിക്കുന്നുണ്ട്, കണ്ണീർ വാതകം പ്രയോഗിക്കുന്നുണ്ട്. അങ്ങനെ പോലീസും കർഷകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നു, സംഘർഷം ഉണ്ടാകുന്നു. അങ്ങനെ ആകെ മൊത്തത്തിലൊരു സംഘർഷാവസ്ഥ ഇപ്പോഴും ഈ ശംഭു അതിർത്തിയിൽ എന്തായാലും ഇപ്പോഴും നിലനിൽക്കുകയാണ്. 101 കർഷകരെ മുന്നോട്ട് പോകാമെന്നുള്ള കാര്യം പോലീസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു നടപടികളിലേക്കോ വിവരങ്ങൾ നൽകിയത്.